ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ബജി ഉണ്ടാക്കാത്തവരായിട്ട് വളരെ കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഒരു ഡിഫറെൻറ്റും ആവും, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണല്ലോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബജിമാവ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു സവാള ചെറുതായിട്ട് മുറിച്ചതാണ്. സാധാരണ ബജിമാവിൽ ഇത് ചേർക്കാറില്ല, പക്ഷേ ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ലൊരു ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് തന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റായ ഇഞ്ചി കൂടി ചേർക്കാം. വളരെ ചെറിയൊരു കഷ്ണം മതി, ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് കടലമാവ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കടലമാവിനേക്കാൾ ക്വാണ്ടിറ്റിയിൽ മൈദപ്പൊടി എടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരുപാട് ആവേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഇതിൽ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങ് ഇതിൽ മുക്കുമ്പോൾ കിഴങ്ങിൽ ആ ഉള്ളി പറ്റി പിടിച്ചിരിക്കില്ല, ഉള്ളി ഇങ്ങനെ താഴത്തോട്ട് ചാടും. അപ്പോൾ അത്യാവശ്യം തിക്കിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു ഉരുളൻകിഴങ്ങ് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ കനലിയാണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കനത്തിൽ അരിയരുത്, എങ്കിലും നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബജിമാവിൽ മുക്കിയ ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ആ ഉള്ളി അതിന്മേൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളി ചാടി പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് കട്ടിയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങ് ബജ്ജി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജി തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഇത് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റിൽ വരാൻ മറക്കരുത്. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ തൊട്ട് താഴെ റെഡ് ബട്ടൺ കാണാം, സബ്സ്ക്രൈബ് ബട്ടൺ, അതൊന്ന് നെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.